മാർച്ച് മാസത്തിനുവേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയ ഒരു പദം, ദൈവഹിതമായാൽ 2026 മാർച്ച് മാസം പലരുടെയും ജീവിതത്തിനകത്ത് അസാധാരണമായ ദൈവിക അഭിമുഖത്തിന്റെ സമയമായി മാറും. ഇതൊരു എൻകൗണ്ടർ ആയിട്ടും ഡിവൈൻ ഫേവറുകളായിട്ടും ഡിവൈൻ ഷിഫ്റ്റുകളായിട്ടും താങ്കളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്ന മാസമായി മാറുക തന്നെ ചെയ്യും. ജീവിതത്തിനകത്ത് വ്യക്തിപരമായ അവസ്ഥകളുടെ മധ്യേ, കുടുംബത്തിന്റെ അകത്ത്, ശുശ്രൂഷയുടെ അകത്ത് മറ്റൊരു തലത്തിലോട്ട് കടന്നു പോകുവാൻ കഴിയാതെ വണ്ണം പ്രത്യേകമായിട്ട് ഒതുങ്ങിയിരിക്കുന്ന മണ്ഡലങ്ങളിൽ നിന്ന് തലകുനിച്ചിരിക്കുന്ന അതേ അവസ്ഥയിൽ തന്നെ അസാധാരണമായ ഷിഫ്റ്റുകൾ സംഭവിക്കും. ഇതിനാധാരമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയ ഒരു പദം ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ സക്കായി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ്. ആൾക്കൂട്ടത്തിൽ തലകുനിച്ചു നിൽക്കുന്ന മനുഷ്യൻ, മറ്റുള്ളവരുടെ മുമ്പാകെ പരിഹാസ വിഷയമായിരിക്കുന്ന ആ മനുഷ്യൻ, അവൻ യേശുവിനെ മുഖാമുഖം കണ്ടുമുട്ടുന്ന ഒരു പ്രത്യേകമായ ഭാഗം. ആ ഭാഗം അവിടെ വരുന്ന സമയത്ത് കർത്താവ് അവനോട് പറയുന്ന ഒരു കാര്യമുണ്ട്: സക്കായിയെ, വേഗത്തിൽ ഇറങ്ങി വാ. ദൈവം ചില വിഷയത്തിനകത്ത് മുഖാമുഖമായി താങ്കളെ കണ്ടുമുട്ടുന്ന സമയത്ത് അവിടെ മറ്റുള്ള കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അസാധാരണമായ വേഗതയിൽ കാര്യങ്ങൾ സംഭവിക്കും. അതിനുശേഷമായിട്ട് കർത്താവ് സക്കായിയോട് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ വിശ്വസിക്കുക, ദൈവഹിതമായാൽ മാർച്ച് മാസം താങ്കളുടെ ജീവിതത്തിനകത്ത് അസാധാരണ ദൈവപ്രവൃത്തിയുടെ, അസാധാരണ ദൈവിക എൻകൗണ്ടറിന്റെ, അസാധാരണമായ ദൈവിക ഫേവറിന്റെ സമയമായി മാറുക തന്നെ ചെയ്യും. ചില പ്രത്യേക മേഖലകളുടെ അകത്തുനിന്ന് പുറത്തു വരികയും അവിടെ ദൈവികമായ വലിയ പ്രവൃത്തികൾ ജീവിതത്തിൽ കാണുകയും ചെയ്യുമ്പോൾ ഏതു മേഖലയുടെ അകത്താണോ തലകുനിച്ചു നിൽക്കുന്നത്, അതേ മേഖലയുടെ അകത്ത് തന്നെ സക്കായി സാക്ഷ്യത്തോടെ വന്നതുപോലെ യേശു താങ്കളെ കാണുന്നുവെങ്കിൽ ജീവിതത്തിന്റെ അകത്ത് വലിയ മാറ്റങ്ങൾ നടക്കുന്ന മാസമായി മാർച്ച് മാസം മാറും. ഗോഡ് ബ്ലസ് യു.